നമസ്കാരം. പത്രമീഡിയയിലേക്ക് സ്വാഗതം. ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. ആലപ്പുഴക്കാരൻ കേശവനാങ്ങളെ എനിക്കൊരു പുത്തൻ തോട വേണം, അമ്മായി അമ്മയും തമ്മിലടിക്കുമ്പോൾ കൂടെ അടിക്കുന്ന തോട വേണം. ഈ കവിത ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ KPCC നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി കണ്ടപ്പോഴാണ്. ഇവിടെ കേശവനാങ്ങളെയായത് പാവം DCC പ്രസിഡന്റ് ബാബു പ്രസാദാണ്. കുഞ്ഞുപെങ്ങളാവട്ടെ ഷാനിമോൾ ഉസ്മാനും. സംഭവം ഇതാണ്: കോൺഗ്രസ് നടത്തുന്ന സമര പരിപാടിയായ സമരാഗ്നിയുടെ പത്രസമ്മേളനം ആലപ്പുഴയിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്താൻ അല്പം വൈകി. ഇതിൽ ക്ഷുഭിതനായി KPCC പ്രസിഡന്റ് DCC പ്രസിഡന്റിനോട് പറഞ്ഞ തെറി മൈക്കുകളിലൂടെ ലോകം മുഴുവൻ കേട്ടു, വൈറലായി. അങ്ങനെയാണ് നേതാക്കൾ പുലിവാൽ പിടിച്ചത്. ജനം ഞെട്ടലോടെയാണ് KPCC അധ്യക്ഷന്റെ വാമൊഴി വഴക്കം കേട്ടത്. KPCC പ്രസിഡന്റ് DCC പ്രസിഡന്റിനോട്, അതും വനിതാ ദേശീയ നേതാവ് ഷാനിമോൾ ഉസ്മാൻ കേൾക്കെ ഇത്തരം തമിഴ് വാമൊഴിപ്പഴക്കം പ്രയോഗിക്കുമെങ്കിൽ മണ്ഡലം പ്രസിഡന്റിൻ്റെയും ബ്ലോക്ക് പ്രസിഡന്റിൻ്റെയും അവസ്ഥ എന്താവും എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. DCC പ്രസിഡന്റും വനിതാ നേതാവും ഒന്ന് ഞെട്ടിയെങ്കിലും വിയറ്റ്നാം കോളനി സിനിമയിലെ ഇന്നസെന്റിന്റെ കഥാപാത്രം പറയും പോലെ ദേ ചങ്ങല കാലിൽ ചങ്ങല എന്ന് KPCC അധ്യക്ഷനെ ഓർമ്മിപ്പിച്ചു. ക്യാമറ ക്യാമറ എന്ന്. പിന്നെ കുറച്ചു നേരത്തേക്ക് KPCC തലവൻ കണ്ണു തുറന്ന് ഉറക്കത്തിലായിപ്പോയി. അസ്പെറ്റായി എന്ന് പറയാം. പ്രതിപക്ഷ നേതാവട്ടെ ചമ്മി പണ്ടാരമടങ്ങി എന്ന് പറയാം. താൻ രാജിവെക്കുമെന്ന് വരെ ഒറ്റ മൂച്ചിൽ പറഞ്ഞു. രാജിവെച്ചാൽ തമിഴിലെ ഫേസ് ആയി പോകും എന്ന് KC വേണുഗോപാൽ ഓർമ്മിപ്പിച്ചപ്പോഴാണ് സുധാകരേട്ടൻ തൻ്റെ അണ്ണനാണെന്നും സുഹൃത്തുക്കൾ പരസ്പരം വിളിക്കുന്ന സാധാരണ പദമാണെന്നും സതീശൻ തട്ടിവിട്ടത്. KC വേണുഗോപാൽ അനുരഞ്ജനത്തിൽ വിജയിച്ചു. ഇത് രണ്ടും സംസ്ഥാന തെറിയാണെങ്കിലും ദേശീയ തെറി കൈകാര്യം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ളയാളാണ് KC വേണുഗോപാൽ. സുധാകരേട്ടന് സതീശേട്ടനോടുള്ള കലിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പുതുപ്പള്ളിയിൽ ചരിത്ര തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ ക്യാമറയും മൈക്കും തുറന്നിരിക്കെ സുധാകരേട്ടൻ ഒന്ന് മുട്ടിയതാണ്. ഞാൻ പറയാമെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ അതെങ്ങനെ ശരിയാവും, ഞാനല്ലേ KPCC പ്രസിഡന്റ് എന്ന് സുധാകരേട്ടൻ. എന്നാ പറഞ്ഞു സതീശൻ പിണങ്ങി. ഷോളുമായി വന്ന പ്രവർത്തകനെ ഓടിച്ചു. എനിക്കൊന്നും പറയാനില്ല, എല്ലാം KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ എന്ന് പരിഭവിച്ച് ഇറങ്ങിപ്പോയി. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ആലപ്പുഴയിലും കെട്ടും എന്ന് VD സതീശന് മനസ്സിലായി. തൻ്റെ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കട്ട അശ്ലീലമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. പ്രവർത്തകർ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന MC ജോസഫൈന് പരാതി നൽകി. എന്നാൽ താൻ അനുഭവിച്ചോ എന്ന് ജോസഫൈൻ പറഞ്ഞില്ല. കേസെടുത്തു. അതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണെന്നായി VD സതീശൻ. പിന്നീട് ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തെന്നായി. ഏതായാലും ഭാവി മുഖ്യമന്ത്രിക്കെതിരെ പോലീസ് കടുപ്പിച്ചില്ല. അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഏതായാലും മുൻ KPCC പ്രസിഡന്റുമാരാരും ഇത്രയും അരുമയോടെ സ്വന്തം പ്രതിപക്ഷ നേതാവിനെ സംബോധന ചെയ്തിട്ടില്ല. AK ആന്റണി K കരുണാകരനെയോ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയെയോ തെന്നല ബാലകൃഷ്ണപിള്ളയും CV പത്മനാഭനും K കരുണാകരനെയോ K മുരളീധരൻ AK ആന്റണിയെയോ MM ഹസൻ രമേശ് ചെന്നിത്തലയോ VM സുധീരൻ ഉമ്മൻചാണ്ടിയെയോ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. K സുധാകരൻ ഇതേവരെ പാർട്ടി നേതാക്കളെ തെറി വിളിച്ചതായും കേട്ടിട്ടില്ല. ഭരണമില്ലാത്തപ്പോൾ ഇത് കൂട്ട് മച്ചാ സ്നേഹമാണെങ്കിൽ ഭരണമെങ്ങാൻ കിട്ടിയാൽ എന്താവും അവസ്ഥ? അമേരിക്കയിൽ ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യദൃഢഗാത്രനായി എത്തിയ സുധാകരേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ മുതൽ AK ആന്റണി വരെ അറയ്ക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതമെന്ന മനസ്സുമായി നിൽക്കുകയാണ്. പത്രസമ്മേളനത്തിൽ ക്ഷുഭിതനായെങ്കിലും അല്പനേരം കഴിഞ്ഞ് സുധാകരൻ ശാന്തനായി. VD സതീശൻ തനിക്ക് സഹോദരനെ പോലെയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. മാത്രമല്ല തനിക്ക് ഒട്ടും അസൂയയില്ലെന്ന് സ്വന്തമായി ഒരു സർട്ടിഫിക്കറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞു വന്നപ്പോൾ KPCC പ്രസിഡന്റ് K സുധാകരൻ സ്വന്തമായി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തി. തനിക്ക് യാതൊരു അസുഖവുമില്ല. അമേരിക്കയിൽ നടന്ന പരിശോധനയിൽ താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി സുധാകരൻ സർട്ടിഫിക്കറ്റ് നൽകി. താൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. ഏറ്റവും പ്രധാനം, ഇനിയെങ്ങാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി ആര് എന്ന നേതാക്കളുടെ നെഞ്ചെടുപ്പാണ്. 1 ഡസനോളം നേതാക്കൾ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ച് കാത്തിരിപ്പുണ്ട്. ജനങ്ങൾക്കും കാത്തിരിക്കാം, അനുഭവിക്കാൻ. നന്ദി, നമസ്കാരം.